എടോ കണ്ടാടോ ഞങ്ങളുടെ പാർട്ടി പുതിയ റോബോട്ടിനെ കൊണ്ടൊന്ന് കാണലും ചെയ്യാൻ വേണ്ടി. ഇനി ഒരു ജോയി പോലും ഒരു ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിക്കാൻ പാടില്ല. വീണ് മരിക്കാൻ അങ്ങനെ വഴി കൂടെ പോയപ്പോഴത്തേക്കും ആമയിഴഞ്ചാൻ തോട്ടിലോട്ട് കാലിനെറ്റി വീണല്ല ജോയി മരിച്ചത്. അത് വൃത്തിയാക്കാൻ വേണ്ടി അങ്ങനെ നിർബന്ധിച്ച് അവിടെ ഇറക്കിയതാ. ഇപ്പൊ ഒരു റോബോട്ടിനെ കൊണ്ടുവന്ന നല്ല കാര്യം. പക്ഷെ ഇത് ആര് കൊണ്ടുവന്നു എന്നുള്ളതിനെ പറ്റി കൂടി പറയണ്ടേ സഖാവേ? ഞങ്ങൾ ഇടതുപക്ഷം കൊണ്ടുവന്ന്. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ എം പി രാജേഷ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്ക്. ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ നമസ്തേ എന്ന് പറഞ്ഞിട്ട്, ഇത് തന്നെയാണ് പ്ലാൻ. ഓൾ ഇന്ത്യ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി തന്നെ. ഇതുപോലെ ആമയിഴഞ്ചാൻ തോട് പോലത്തെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇനി മനുഷ്യർ ഇറങ്ങണ്ട, പകരം യന്ത്രങ്ങളും റോബോട്ടുകളും ഒക്കെ ഇറങ്ങട്ടെ എന്നുള്ളതാണ് ആ പദ്ധതിയുടെ മെയിൻ കാര്യം. അങ്ങനെ ഒരു പദ്ധതിയെ പറ്റി സഖാവ് കേട്ടിട്ടുണ്ടോ? ആ പദ്ധതിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാ. ആ പദ്ധതിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിലും കേന്ദ്രം കൊണ്ടുവരുന്ന പല പദ്ധതികളും പേര് മാറ്റി കേന്ദ്രത്തിന്റെ പേര് പറയാതെ നിങ്ങളുടെ പേരിലാക്കി ഇവിടെ അവതരിപ്പിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇത്ര നാളും പിടിച്ചു നിൽക്കുന്നത്. അതിലൊന്ന് തന്നെയല്ലേ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ റോബോട്ട്. വെറുതെ അനാവശ്യം പറയരുത്. ഇത് ആ പിള്ളേര് വെറുതെ ഉണ്ടാക്കി തന്നാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഫ്രീ ആയിട്ട്. അതെയാ? അപ്പൊ പിന്നെ ഇടത് കക്ഷത്തിന് ഇതിൽ എന്താണ് റോള്? അത് പിന്നെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തില്ലേ, പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 10-15 ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ വെക്കും ഫ്ലെക്സ് എല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന്. അപ്പൊ ഇങ്ങനെയാണ് പദ്ധതികളൊക്കെ നിങ്ങൾ നിങ്ങളുടേതാക്കുന്നത്.